ആണ്. ഇപ്പോൾ നേരെയാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പൈൻ വാലി ജംഗ്ഷനിലാണ്. ഇനി നമുക്ക് അങ്ങോട്ട് പോകണം. നമ്മൾ പൈൻ വാലി പോയില്ലേ, ആ മുകളിലത്തെ പൈൻ വാലി ഇല്ലേ, അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണം. പിന്നെ ഇതാണ് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ ഉള്ള വഴിയാണിത്. അപ്പോൾ നമുക്ക് മൊട്ടക്കുന്നിലോട്ട് വിട്ടേക്കാം. അമ്മേ, ഡയറി ഫാമൊക്കെ ഞാൻ കാണിച്ചു തന്നില്ലേ, അവിടുത്തെ പശുക്കൾക്ക് പുല്ല് കൊടുക്കാനായി ഇവിടെ ട്രാക്ടറൊക്കെ നിർത്തിയിട്ടിട്ട് ഒരാൾ പുല്ലൊക്കെ വെട്ടുന്നുണ്ട് അവിടെ. അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ദാണ്ടെ അവിടെ രണ്ടാമത്തെ മൊട്ടക്കുന്നിൻ്റെ അവിടെ എത്തി. അപ്പോൾ ടിക്കറ്റ് ഒക്കെ എടുത്തു. പക്ഷേ ഇവിടെ വണ്ടി അങ്ങോട്ട് കയറ്റാൻ കിടക്കണം. അവിടെ ബൊലേറൊക്കെ കിടക്കും. അപ്പോൾ നമുക്ക് വണ്ടിക്കകത്തോട്ട് കയറാം. അപ്പോൾ നമുക്ക് ഇവിടെ 2 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ വണ്ടി കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് പോവാം. കാഴ്ചയൊക്കെ കണ്ടുപോകാം. അവിടെ പുല്ലൊക്കെ ചെത്തുന്നത്. വരുവായിരുന്നെങ്കിൽ പെട്ടുപോയാനെ. വണ്ടിയൊക്കെ നല്ലപോലെ പോകുന്നുണ്ട്. കല്ലൊക്കെ ഇട്ട് നേരത്തെ പോലെ കല്ലിട്ട പാതയാണ്. അതിവിടെ തീർന്നു. ഇനി അങ്ങോട്ട് കോൺക്രീറ്റ് ആണ്. പിന്നെ ഇവിടെ നേരത്തെ പാരാഗ്ലൈഡിങ് ഒക്കെ ഉണ്ടായിരുന്നെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ പുതിയ ഡ്രൈവർ ചേട്ടനൊക്കെ പൊളിയാണ്, നല്ലപോലെ ഓടിക്കുന്നുണ്ട്. അപ്പോൾ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നില്ല. ഇവിടെ മരങ്ങളൊക്കെ കാരണം കാണാൻ പറ്റുന്നില്ല. കുറച്ചും കൂടെ അങ്ങ് പോയി നോക്കാം. അവിടെ ഒരു തടാകം ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഒരു അടിപൊളി ഡാം കണ്ടു. ഞാൻ നേരത്തെ പറഞ്ഞില്ല അവിടെ എന്തോ ഒരു വെള്ളം പോലെ ഞാൻ കണ്ടെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. തടാകമെന്ന് ഞാൻ ഓർത്തത്. പക്ഷേ അത് ഇതുകൊണ്ട് ഇത് വലിയൊരു ഡാമാട്ടോ. എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ഡാം. ഷട്ടർ ഉണ്ടോ എന്ന് അറിയത്തില്ല. കണ്ടോ, വലിയൊരു ഡാമാണ്. ഞാൻ ഗ്ലാസ് തുറക്കാം. കേട്ടോ കേട്ടോ, ഒരു ഡാമാണ്. അപ്പോൾ നമ്മൾ എന്തായാലും കാറിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടോ, അതാണ് നമ്മൾ ഡാം. പിന്നെ അവിടെ പാലം പോലെ എന്തൊക്കെയോ കാണുന്നുണ്ട്, എന്നെ മനസ്സിലാവുന്നില്ല. പിന്നെ അവിടെ കുറെ കെട്ടിടങ്ങളൊക്കെ കാണുന്നുണ്ട്. കറണ്ട് ഉൽപ്പാദിക്കുന്നുണ്ടോ എന്ന് ഡൗട്ടുണ്ട്. ഡാമിലോട്ട് ഇറങ്ങാൻ പറ്റുമല്ലെങ്കിൽ സൂപ്പർ ആയാലും. മരമൊക്കെ മുങ്ങി കേട്ടോ, വെള്ളം കയറി തോന്നില്ല. നല്ല ഡാം കേട്ടോ. നമുക്ക് വീണ്ടും കാറിൻ്റെ അകത്തോട്ട് കയറിയേക്കാം. ഇവിടെ കുറെ വിശ്രമ കേന്ദ്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയാണെങ്കിൽ ഇത് കൂട്ട് ഹട്ടുകളില്ലായിരുന്നു, ഇരിക്കാനുള്ള സംഭവങ്ങളില്ലായിരുന്നു. മഴ പെയ്താലൊക്കെ പെട്ടുപോകും. പക്ഷെ ഇവിടെ ഹട്ടുകളുണ്ട്.
സൗണ്ട് കേറുന്നുണ്ട് തോന്നുന്നു. എന്നാലും നമുക്ക് ഷൂട്ട് ചെയ്യാൻ നോക്കാം. ഇത് കണ്ടോ, ഇത് കഥകളി എന്തോ ആണ്, എനിക്കറിയത്തില്ല. നമസ്കാരം. അവിടെ വേറെ പടമുണ്ട് കേട്ടോ. കുത്തിപ്പണിഞ്ഞ ആളിനെ പ്രശംസിക്കണം. അപ്പൊ ക്യാമറയുടെ ചാർജ് തീരാറായി. അതുകൊണ്ട് അടുത്ത ലൊക്കേഷനിലോട്ട് പോയേക്കാം. പെട്ടെന്ന് 1 മണിക്കൂറേ ചാർജ് നിൽക്കത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമുക്ക് അടുത്ത ലൊക്കേഷനിലോട്ട് പോയി നോക്കാം. എന്തായിരിക്കും അവിടെ. നല്ലൊരു വ്യൂ പോയിന്റ് ആണ് പറഞ്ഞത്. എപ്പോഴും കട്ടപ്പാടോ കുഞ്ഞു കുറങ്ങന്മാരെ പോലെ പോയി. നമുക്ക് നേരായ വഴി പോയി. ഞാൻ നേരായ വഴി ഇവിടെ കയറിയ മതിയാ. അപ്പൊ തന്നെ ഇതാണ് നമ്മുടെ മേഘങ്ങളുടെ ലോകം. അപ്പൊ അവിടെ വാച്ച് ടവറൊക്കെ കാണും. അവിടെ അത് അറ്റത്താണ് നിൽക്കുന്നത്. നമുക്ക് അവിടെ പോയി നോക്കാം. ആളൊക്കെ ഉണ്ട്. നമുക്ക് മാസ്ക് ഒക്കെ ഇട്ട് പോവാം. മാസ്ക് ഇടുക, ജീവൻ രക്ഷിക്കുക. അപ്പോൾ ഞാൻ മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്. വാച്ച് ടവറിലോട്ട് അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഞാനിപ്പോ ഒരു കാഴ്ച വെച്ചുതരാം. അത് നോക്കി എന്റെ ദീപം. അതിന്റെ മഞ്ഞ, അത് മഞ്ഞല്ലോട്ടോ, അത് മേഘം കയറി പോകുന്നതാണ്. ഇനി നമുക്ക് ആ കാണുന്ന വാച്ച് ടവർ ഫുള്ള് കയറാം. നല്ല ഇഷ്ടം എല്ലാവരും ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തല ഇറങ്ങുന്നു. അത്ര പൊക്കത്തിലാണ് നമ്മൾ അവിടെ കൊണ്ടുപോകും. ആടുണ്ടായിരിക്കും. ഇനി ആൾക്കാരെ എനിക്ക് തല കറക്കും. ഉറപ്പായിട്ടും എനിക്ക് തല കറക്കും. അടിപൊളി രസമാണ്. ദൈവമേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഫേസ്ബുക്ക്